ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെറിയൊരു മീറ്റപ്പിന് പോകാണ് കേട്ടോ, കോഴിക്കോടുള്ള ഹോം ബേക്കേഴ്സിൻ്റെ. അപ്പോൾ ഇതിൽ ആകെ ഒരു 3-4 ആളുകളെ എനിക്ക് പേഴ്സണലി പരിചയമുള്ളൂ, അതായത് ഫേസ് കണ്ടാൽ അറിയുന്നത്. ബാക്കി ആളുകൾ ഫുള്ളും ഫസ്റ്റായിട്ട് കാണാൻ പോവുകയാണ്. ആരെയും അറിയില്ല, വാട്സപ്പിൽ കുറേ സംസാരിച്ച ഒരു പരിചയം എന്നല്ലാതെ ഫേസ് ടു ഫേസ് ഫസ്റ്റായിട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മീറ്റപ്പുകൾ പല ഗ്രൂപ്പുകളിൽ നിന്ന് നടക്കാറുണ്ടെങ്കിലും ഞാൻ പൊതുവെ പോകാറില്ല. ഇതിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് പോയതായിരുന്നു. അപ്പം പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന സ്ഥലം തന്നെയായിരുന്നു. സരോവരം പാർക്ക് വെച്ചിട്ടായിരുന്നു ഞങ്ങളെ മീറ്റപ്പ്. അറിയാം, സരോവരം പാർക്കിന് ഒരു പേരുദോഷം ഉണ്ടെന്നുള്ളത് അറിയാം. പക്ഷേ ഇവിടെ ഒരുപാട് സ്പേസ് ഉള്ളൊരു സ്ഥലമാണ്, ഇരിക്കാനായാലും പിന്നെ കോസ്റ്റ് എഫക്റ്റീവും ആണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു കൊണ്ടായിരുന്നു അവിടെ സെലക്ട് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങളൊരു 30-35 ആളിൽ തീരും എന്ന് വിചാരിച്ച മീറ്റപ്പ് ഗ്രൂപ്പ് പെട്ടെന്ന് അങ്ങോട്ട് വളർന്ന് ഒരു 70-75 ആളിൽ കഴിയുന്ന മീറ്റപ്പായി മാറി. അങ്ങനെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നു. ഞങ്ങൾ കേക്കും വരുന്നവരൊക്കെ ഒരു സന്തോഷത്തിന് കുറച്ച് സ്നാക്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് മെൽറ്റായി പോകുമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ട് കേക്കും ഇതൊക്കെ കട്ട് ചെയ്ത് സ്നാക്സും ഒക്കെ കഴിക്കുമായിരുന്നു. സംഭവം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതായിരുന്നു കേട്ടോ നമ്മുടെ കേക്ക്. ടെൻഡർ കോക്കനട്ട് ഫ്ലേവറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഒരുപാട് സംഭവങ്ങൾ, മാക്രോൺസ് ഇതൊക്കെ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ കഴിക്കാനും പറ്റി, എല്ലാവരെയും കാണാനും പറ്റി. നല്ല രസമുള്ളൊരു ദിവസം തന്നെയായിരുന്നു. വൈകുന്നേരം വരെ എത്ര പെട്ടെന്നാണ് സമയം പോയതെന്ന് അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ഉച്ചയും വൈകുന്നേരം ഒക്കെ ആയി തിരിച്ചു പോരുകയും ചെയ്തു. അപ്പോൾ ഏതായാലും നല്ലൊരു ദിവസം, എല്ലാവർക്കും നല്ലൊരു എൻജോയ്മെൻ്റ് ഉള്ള ദിവസം തന്നെ ആയിരുന്നു. പരസ്പരം കാണാത്തവർ തമ്മിൽ കാണുകയാണ്. ഭൂരിഭാഗം ആളുകളും പരസ്പരം ഫേസ് ടു ഫേസ് കാണാത്ത ആളുകളായിരുന്നു. അപ്പോൾ ഏതായാലും ഇത്ര നല്ലൊരു മൊമെൻറ്റ്സ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയതിൽ നമ്മുടെ ഗ്രൂപ്പിന് ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ. കേക്ക് ഈ വെയിലത്ത് ഒരുപാട് സമയം വെക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഫസ്റ്റത്തെ പരിപാടി കേക്ക് കട്ട് ചെയ്യൽ തന്നെ ആയിരുന്നു. നല്ല ടേസ്റ്റുള്ളൊരു കേക്ക് തന്നെ ആയിരുന്നു. ഒരു ടെൻഡർ കേക്കിനിട്ട് കേക്കായിരുന്നു. പിന്നെ ബ്രൗണീസ് ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടേനി, പേരൊക്കെ മറന്നല്ലോ റബ്ബേ. ഉണ്ണിയപ്പോ, പിന്നെ ബ്രൗണി, മാക്രോൺസ് എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്ലൂബെറി മഫിൻസ് ഉണ്ടായിരുന്നു, കുക്കീസ് ഉണ്ടായിരുന്നു, ഉണ്ണിയപ്പം, ചട്ടിപ്പത്തിരി, അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം കുറച്ചായിരുന്നെങ്കിലും എല്ലാം കൂടി ആകുമ്പോൾ ആർക്കും സംഭവത്തിലൊന്നും വേണ്ടാത്തൊരവസ്ഥയാണ്. എന്നാലും ഏകദേശം സാധനങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ സൊറവർച്ചിൽ തുടങ്ങി കേട്ടോ. ഈ ഓരോരുത്തരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലും ഒന്നായിട്ട് സംസാരമായിട്ട് പെട്ടെന്ന് തന്നെ സമയം പോയി. പെട്ടെന്ന് തന്നെ ഉച്ചയായും ചെയ്ത്. അപ്പോൾ ഉച്ചക്കേക്ക് ഞങ്ങൾ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അത് വരുന്ന സമയം വരെ ഞങ്ങളിവിടെ ഫോട്ടോ എടുപ്പും സംസാരമൊക്കെ ആയിട്ട് പിന്നെ കേക്കിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഗ്രൂപ്പിൻ്റേതായിട്ടുള്ള കുറച്ച് ഡിസ്കഷൻസും ഒക്കെ ആയിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഉച്ചയായി. ഉച്ചത്തേക്കുള്ള ഫുഡും എത്തി. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരാൾക്ക് കഴിക്കാൻ നല്ല ക്വാണ്ടിറ്റി ഉള്ള ഒരു ഫുഡും ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ ഞങ്ങൾക്ക് ചെറിയൊരു സ്പോൺസർഷിപ്പ് കിട്ടിയിരുന്നു. അപ്പോൾ എന്താണ് സംഭവം എന്ന് ആദ്യം മനസ്സിലാവാത്തതുകൊണ്ട് എൻ്റെ പകുതി ബെനിഫിറ്റ് നഷ്ടമായെങ്കിലും അവർ വന്നിട്ട് ഒരു ബേക്കേഴ്സ് ഫാക്ടറി എന്ന് പറഞ്ഞ ബേക്കിംഗ് സപ്ലൈ നടത്തുന്ന ഒരു ഷോപ്പുണ്ട് കോഴിക്കോട്. അപ്പോൾ അവരുടെ വിസിറ്റിംഗ് കാർഡും ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഒരു വിഷ് കാർഡും ഒക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു സ്ലിപ്പായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗാലക്സി മിഠായി, അവരുടെ ഒരു ID കാർഡും വിസിറ്റിംഗ് കാർഡും പിന്നെ ഞങ്ങൾ ഗ്രൂപ്പിൻ്റെ ഒരു ഇതുമൊക്കെ വെച്ചിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു. അപ്പം ബേക്കേഴ്സ് ഫാക്ടറി എന്നാണ് ആ ഷോപ്പിൻ്റെ പേര്. ഇനി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ബാക്കി കാര്യങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ കോഴിക്കോട് ഭാഗത്തൊക്കെ അവർ ഡെലിവറി ചെയ്യുന്നതാണ്. അവരുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ ഓൺലൈനായിട്ടും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ, ബേക്കേഴ്സ് ആയിട്ടുള്ളവർ ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. നമ്മൾ പെണ്ണുങ്ങളല്ലേ, അങ്ങനെ കുറച്ച് നേരമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ കണ്ടെയ്നറിലായിരുന്നു ഫുഡ് സപ്ലൈ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് സുഖം ഉണ്ടായിരുന്നെങ്കിലും അവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ പൈസ കൊടുത്താൽ പോലും അവരായിട്ട് മാനേജ് ചെയ്യില്ല. നമ്മൾ തന്നെ വേസ്റ്റൊക്കെ മാനേജ് ചെയ്യേണ്ടി വന്നു. അതായിരുന്നു ഞങ്ങളെ പ്ലാനിങ്ങിൽ ഏറ്റവും ബാഡായിട്ട് വന്ന എഫക്റ്റ് ചെയ്ത ഒരു സംഭവം. അപ്പോൾ എല്ലാവരും നല്ലൊരു ബിരിയാണി തന്നെയായിരുന്നു. അപ്പോൾ ബിരിയാണി, തൈരും അച്ചാറും ഉണ്ടായിരുന്നു. കണ്ടെയ്നറിലായതുകൊണ്ട് കഴിക്കാനൊക്കെ സിമ്പിളായെങ്കിലും ഇങ്ങനൊരു പണി ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഇതുപോലെ സംഭവങ്ങൾ ആരെങ്കിലും അവിടെ വെച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റും കൂടെ പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്.
അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ആ വേസ്റ്റ് എല്ലാം കൂടെ കാറിൽ വന്നവരൊക്കെ കവറിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയൊക്കെ കഴിച്ച ശേഷം സരോവരം പാർക്കാണല്ലോ. അപ്പോൾ ഉള്ളിൽ എന്താണ് സംഭവം നമ്മളൊക്കെ കേട്ടറിവേ ഉള്ളൂ, കണ്ടറിവുള്ളവർ വളരെ കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരോടൊക്കെ ഒന്ന് നടന്നു നോക്കി. സത്യം പറഞ്ഞാൽ പേഴ്സണലി എന്തിനാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംഭവം അവിടെ വെച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരുപാട് ഏരിയ ഉള്ളിലോട്ട് ഒക്കെ ഉണ്ട്. എന്താ പറയുക, മെയിൻലി ഫോർ കപ്പിൾസ് എന്ന് പറഞ്ഞ പോലെയാണ് സരോവരം പാർക്ക് എന്ന് പറയുമ്പോഴേക്കും അങ്ങനെ ഒരു അഭിപ്രായമാണ് മൊത്തമായിട്ട് വരുന്നത്. എന്തിൻ്റെ ആവശ്യമുണ്ട് ഇങ്ങനെ ഒരു പാർക്കിന് എനിക്ക് മനസ്സിലാവണേ ഇല്ല. ഒരുപാട് മക്കൾ കപ്പിൾസ് അതിനായിട്ട് ഈ ഒരു പർപ്പസിനായിട്ടുള്ളൊരു പാർക്കായിട്ടാണ് ആ ഒരു പാർക്കിനെ കാണുന്നത്. അതായത് നമ്മൾ ബേക്കേഴ്സൊക്കെ ഒരു ദിവസം വർക്കൊക്കെ മാറ്റി വെച്ചൊന്ന് റിലാക്സായി ഹാപ്പി ആയിട്ട് തന്നെ തിരിച്ചു പോയി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെ ബേക്കേഴ്സിൻ്റെ മീറ്റപ്പൊക്കെ നടത്തണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് നമ്മുടെ ഗ്രൂപ്പ് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.